Hello everybody, welcome back to my YouTube channel. ഇന്ന് നവംബർ 10th ആണ്, എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നൊരു ചെറിയ ബർത്ത്ഡേ വ്ളോഗാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, വളരെ നോർമൽ ആയിട്ടുള്ളൊരു ഡേ. പക്ഷെ ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു. പിന്നീടൊരു മെമ്മറി ആയിരിക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പം രാവിലെ അമ്പലത്തിൽ നിന്ന് പോകാമെന്ന് വെച്ചു. ഇവിടെ ആക്രിക്കാരൻ വന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അമ്പലത്തിൽ ഒന്ന് പോകാമെന്ന് വെച്ചു. അവിടെ ഗണപതി അമ്പലം ഉണ്ട് അടുത്ത് കളക്ട്രേറ്റിൽ. അപ്പോൾ അവിടെ പോയിട്ട് വരാം നമുക്ക്. ഇന്നത്തെ ദിവസം ഞാൻ ആകെ പ്ലാൻ ചെയ്തിരുന്നത് ഉച്ചയ്ക്കത്തെ ലഞ്ചായിരുന്നു. അത് ഫ്രണ്ട്സിൻ്റെ കൂടെ. ആക്ച്വലി എൻ്റെ മാത്രം ബർത്ത്ഡേ ട്രീറ്റ് അല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേസ് വരുന്നത് ഈ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബറാണ്. അപ്പോൾ ഓരോരോ ട്രീറ്റ് തരുന്നതിന് പകരം എല്ലാവരോടും ചേർന്ന് ഒരൊറ്റ ട്രീറ്റ് എന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു 12:30 1 മണി ആയപ്പോഴത്തേനും ജിമ്മിലെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എനിക്ക് സർപ്രൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഗൗരി ചേച്ചി. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഗൗരി ചേച്ചി വരുമെന്ന്. വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഷീ ഫൈൻസ് എ ടൈം ആൻഡ് ഷീ കെയിം. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ കേക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. ഇതെൻ്റെ ടീമിൽ നിന്ന് വന്ന കേക്കാണ്. ടീമിൽ നിന്ന് TL സെൻഡ് ചെയ്ത കേക്കായിരുന്നു. അപ്പോൾ ഈ കേക്കും ഫ്രണ്ട്സും ഗൗരി ചേച്ചിയും എല്ലാവരോടും ഒരുമിച്ച് വന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇതങ്ങ് കട്ട് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. പിന്നെ ആയിരിക്കുന്ന ഫ്ലവേഴ്സ്, അതാണ് സ്റ്റാർ ഓഫ് ദ ഷോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഇങ്ങനൊരു ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. അതായിരുന്നു ഇവരെനിക്ക് കൊണ്ടുവന്നതെന്ന് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്. ഇത് കണ്ടപാടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് എൻ്റെ ഒരു കുട്ടിയെ കൊണ്ടു നടക്കുന്ന കണക്ക് ആ ദിവസം ഫുള്ള് കൊണ്ട് നടക്കായിരുന്നു. പിന്നെ കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഇങ്ങനെ അൺബോക്സ് ചെയ്യാണ്. ഫോട്ടോ ഫ്രെയിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോസ് എടുക്കാൻ എനിക്കിഷ്ടമാണ്. എൻ്റെ ഫോട്ടോസ് ആരെങ്കിലും എടുത്ത് തരുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫോട്ടോസ് ഇഷ്ടമുള്ള ഈ ഒരു ഫോട്ടോ പ്രാന്തിക്ക് അവർക്ക് തരാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഫോട്ടോ ഫ്രെയിംസ്. നല്ല 2 മൊമെൻറ്റ്സ് ആണ് കേട്ടോ ക്യാപ്ചർ ചെയ്തത്. ഒന്ന് ഞാൻ കാലൊടിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്, പക്ഷേ ദാറ്റ് ഡേ വാസ് ഓൾസോ വെരി സ്പെഷ്യൽ. അതെൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ഡേ ആയിരുന്നു. അതിൻ്റെ ബിഹൈൻഡിൽ വലിയൊരു സ്റ്റോറി ഉണ്ട്. കാല് വയ്യാനിട്ടും ഇറ്റ് വാസ് എ മെമ്മറബിൾ ഡേ ആക്ച്വലി. വേറൊരെണ്ണം ഞങ്ങൾ ജിമ്മിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. ദാറ്റ് വാസ് ഓൾസോ എ വെരി ഗുഡ് വൺ ആക്ച്വലി. ഇതായിരുന്നു ആ ഫോട്ടോ. കൊള്ളാം അല്ലേ? ഇതായിരുന്നു ദാറ്റ് ബർത്ത്ഡേ ഫോട്ടോ, ഞാൻ കാലൊടിഞ്ഞിരിക്കുന്ന ഫോട്ടോ. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് ഇറ്റ്സ് എ സോഫ്റ്റ് ടോയ് ആക്ച്വലി. ഇത് ഒരു എലിഫൻ്റ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ആനയുടെ തുമ്പിക്കൈനുള്ളിൽ വേറൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഗിഫ്റ്റ്, പക്ഷെ ഭയങ്കര സ്പെഷ്യൽ ആൻഡ് വെരി ക്യൂട്ട് വൺ. ശ്രീകൃഷ്ണൻ്റെ മിനിയേച്ചർ വൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രീകൃഷ്ണനെ. അപ്പോൾ എൻ്റെ മനസ്സറിഞ്ഞ് തന്ന പോലാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് അതിനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. സോ ഇതായിരുന്നു ആ വെരി ക്യൂട്ട് സ്പെഷ്യൽ ഗിഫ്റ്റ്. ഞാനിങ്ങനെ അവരോട് താങ്ക് യു പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തിനാണെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയതിൽ തന്നെ ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ്. ലൈഫിൽ ഒരു പോയിൻ്റ് കഴിയുമ്പോൾ നമുക്ക് ഇനി പുതിയ ഫ്രണ്ട്സ് വേണ്ട എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇത്രയും ഈ ഒരു പിള്ളേർ എൻ്റെ ലൈഫിലോട്ട് കടന്നു വരുന്നത്. ആക്ച്വലി ദേ ആർ വെരി മച്ച് യങ്ങർ ടു മീ. അപ്പോൾ എൻ്റെ അനിയത്തിമാരെ പോലാണ് അവരെനിക്ക്. സോ യെസ്, നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ ഭയങ്കര സ്പെഷ്യലാണ്. ആൻഡ് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ലൈക്ക് ദേ ബിക്കം വെരി മച്ച് ഡിയർ ടു മീ. സോ ഓൾ ടുഗെദർ ഐ എം വെരി ഹാപ്പി. കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് അൺബോക്സിങ്ങും എല്ലാം കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് പരിപാടി ഫുഡ് കഴിക്കലാണ്. എവിടെ പോകണമെന്ന് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം ഞാൻ ആകെ പ്ലാൻ ചെയ്തിരുന്നത് ഈ ഒരു ലഞ്ചാണ്. സോ എവിടെ പോകണം എന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് അതിലൊരു കൺഫ്യൂഷനൊന്നുമില്ലായിരുന്നു. കൊല്ലത്ത് സീ പാലസിൽ ഇപ്പോൾ പുതിയതായിട്ടൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒപ്പുലൻസ് എന്നാണ് പേര്.
ആക്ച്വലി അതൊരു പബ്കം റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയത്. ഇൻസ്റ്റഗ്രാമിൽ കൊല്ലം ഫുഡീസിൻ്റെ പോസ്റ്റ് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്ലേസ് ചൂസ് ചെയ്യുന്നത്. ഒരു ലക്ഷറി റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് എന്നായിരുന്നു അവർ പോസ്റ്റിൽ പറഞ്ഞത്. അതുപോലൊക്കെ തന്നെ ആയിരുന്നു. ലക്ഷറി ഫുഡിലും ബില്ലിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോകുന്നതിന് മുന്നേ ഒരു ധാരണ ഉണ്ടായിരുന്നു ലൈക്ക് ഇറ്റ് വിൽ ബി കോസ്റ്റ്ലി എന്ന്. സോ അതുപോലൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ, അങ്ങനെ വന്നതാണ്. പിന്നെ ഒരു പബ്കം റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു ആംബിയൻസ് ഒക്കെ ആ ഒരു മോഡലായിരുന്നു. ഒരു ഡാർക്ക് തീംഡ് ആയിരുന്നു. കൊള്ളാമായിരുന്നു. ലൈക്ക് ഐ റിയലി ലൈക്ക്ഡ് ഇറ്റ് ആക്ച്വലി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര തിരക്കൊന്നുമില്ലായിരുന്നു. സോ ഇറ്റ് വാസ് നൈസ്. മെനു കാർഡ് കൊണ്ട് പാറു നിവി എന്തിനാണ് ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. ഞങ്ങളങ്ങനെ മെനു കാർഡ് തിരിച്ചും മറിച്ചും തിരിച്ചുമൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സ്റ്റാർട്ടേഴ്സ് മാത്രം ഓർഡർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. മെയിൻലി 3 സ്റ്റാർട്ടേഴ്സേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളായിരുന്നു, കാരണം കോസ്റ്റ്ലി ആണ്. സോ എല്ലാം ഒരുപാട് ഓവർ ഓർഡർ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. ദിസ് ഇസ് ചിക്കൻ 555. കൊള്ളാമായിരുന്നു. നല്ല ക്രിസ്പി ആയിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ ഞങ്ങൾ വേറെ 2 ഐറ്റംസ് കൂടെ പറഞ്ഞായിരുന്നു. ഒരു പ്രോൺ ടോപ്പിങ്സും ചിക്കൻ ടോപ്പിങ്സും. നെയിം ഞാൻ നന്നായിട്ട് ഓർക്കുന്നില്ല. സോ ദാറ്റ് വാസ് ഓൾസോ ഗുഡ്. ഇതാണ് ബാങ് ചിക്കൻ. ഇത് അവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് എന്ന് തന്നെ പറയാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ശരിക്കും ഇഷ്ടപ്പെട്ടു. ആ പ്രസൻറ്റേഷനും സൂപ്പറായിരുന്നു. പിന്നെ ഇവരുടെ എല്ലാ ഡിഷസിൻ്റെയും പ്രസൻറ്റേഷനും അടിപൊളിയായിരുന്നു. ടേസ്റ്റും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബില്ലും അടിപൊളിയായിരുന്നു. സ്റ്റാർട്ടേഴ്സ് മാത്രം കഴിച്ച് ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിട്ടു. നേരെ വർക്ക് ആൻഡ് ഗ്രില്ലിലോട്ട് വന്നു. എന്തെങ്കിലും മെയിൻ കോഴ്സ് കുറച്ച് കഴിക്കാമെന്ന് വെച്ചു. പക്ഷേ ആർക്കും അധികം വിശപ്പില്ലായിരുന്നു. പിന്നെയും എന്തിനാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്. എന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അവിടെ ചെന്ന് ഞങ്ങൾ 2 ഫ്രൈഡ് റൈസേ ഓർഡർ ചെയ്തോളൂ, 7 പേർക്കൂടെ. പക്ഷേ 2 ഫ്രൈഡ് റൈസിൽ 1 ഫ്രൈഡ് റൈസാണ് ഞങ്ങൾ എല്ലാവരുടെ കഴിച്ചത്. ഒരെണ്ണം ഞങ്ങൾ പാക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. പക്ഷെ കുഴപ്പമില്ല. പിന്നെ വർക്ക് ആൻഡ് ഗ്രില്ലിൽ ആകെ തോന്നിയൊരു ഡിസപ്പോയിൻമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AC വർക്കിംഗ് അല്ലായിരുന്നു. സോ നല്ല ചൂടായിരുന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിലോട്ട് വന്നു. ഒരുപാട് ഫുഡൊക്കെ കഴിച്ചല്ലേ, ഇനി ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. ഞങ്ങൾ കൊല്ലംകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് അഡ്വഞ്ചർ പാർക്ക്. ഇവിടെ അങ്ങനെ പ്രായ വ്യത്യാസമില്ലാതാണ് എല്ലാവരും വരുന്നത്. കുട്ടികളും മുതിർന്നവരും പ്രായമായവരും എല്ലാവരും ഇവിടെ വന്ന് നല്ല ചില്ലായിട്ടിരിക്കും. അഡ്വഞ്ചർ പാർക്കിൽ കുറച്ച് നേരം കറങ്ങി നടന്നതിന് ശേഷം ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് വീട്ടിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു അച്ഛനും അമ്മയൊക്കെ. സോ അച്ഛനും അമ്മയായിട്ട് ഞങ്ങൾ എക്സ്പീരിയൻസിൽ വന്നു. ഇത് ആക്ച്വലി അന്നത്തെ ദിവസം പ്ലാൻ ചെയ്തതല്ല. ഞങ്ങൾ 12th പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ വിചാരിച്ചു ഓക്കെ സോ ഫാർ ആ ഡേ കൊള്ളാമായിരുന്നു. സോ അതും ഇന്ന് തന്നെ അങ്ങ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ പോയി. ഞങ്ങൾക്കധികം വിശപ്പില്ലായിരുന്നു. പക്ഷേ അമ്മയും അച്ഛനും ഒക്കെ നല്ല ഹാപ്പി ആയിരുന്നു. ലൈക്ക് ഞങ്ങൾ എപ്പോഴും അങ്ങനെ പുറത്തു പോയി ഫുഡ് കഴിക്കുന്നവരല്ല. ഞങ്ങളല്ലെങ്കിലും അമ്മയൊന്നും അങ്ങനെ വരാറേ ഇല്ല പുറത്തു പോയി ഫുഡ് കഴിക്കാൻ. വല്ലപ്പോഴും ഒക്കെയാണ്, ഞാൻ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചാൽ മാത്രമാണ് അമ്മയും അച്ഛനൊക്കെ വരാറ്. സോ അവരെയും കൊണ്ട് പുറത്തു പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ കഴിച്ചിട്ടില്ലാത്ത ഡിഷസൊക്കെ എനിക്ക് ഓർഡർ ചെയ്ത് കൊടുക്കാനും അവരത് കഴിക്കുന്ന കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നല്ല നല്ല വെറൈറ്റി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ലക്ഷ്മിക്ക് എന്താ മേടിച്ചത്? ജാപ്പനീസ് ചീസ് കേക്ക്. നമ്മളൊരു ജാപ്പനീസ് ചീസ് കേക്ക് മേടിച്ചിട്ടുണ്ട്. ആളിതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പം ആൾ പറയുന്നത് ജനിച്ചത് രാവിലെ 10:30-ക്കാണെന്നാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 10:30 ആയിട്ടുണ്ട്. പക്ഷെ രാത്രി 10:30 ആണെന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു രാത്രി 10:30-ക്ക് കേക്ക് കട്ട് ചെയ്യാം. കാരണം എല്ലാവരും വരുന്ന ടൈം, അച്ഛനും ഒക്കെ വരണമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകും. ആൾ കുളിക്കുകയാണ്, ഒന്നും അറിയുന്നൊന്നുമില്ല. പക്ഷേ ഈ ഒരു കേക്കിനെ പറ്റി യാതൊരുവിധ ഐഡിയയും ഇല്ല അല്ലേ? ഒരു ചേച്ചി കഷ്ടപ്പെട്ട് ഈ കേക്കിൽ അതെ ഈ കേക്കിൻ്റെ ഐഡിയ കഴിച്ചിട്ടായിരുന്നു. ഒരു ചേച്ചിയാണ് നമ്മൾ ആക്കുച്ചിയായിട്ട് പോയപ്പോൾ തന്നെ മേടിച്ചത്. പക്ഷെ ആക്കാൻ ഇതിനെ പറ്റി അറിയത്തൊന്നുമില്ല. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പം വരുമ്പോൾ എക്സ്പ്രഷൻ ഇടുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ കൂടെ അച്ഛനുണ്ട്. നോക്ക്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. റൂയിക്കുട്ടി ഉറങ്ങി കേട്ടോ. റൂയിക്കുട്ടി ഉറങ്ങി. പക്ഷെ സമയമാകുമ്പോൾ നമ്മൾ റൂയിനെ എഴുന്നേൽപ്പിക്കും. ഓക്കെ, കേക്ക് കാണിച്ചു തരാമേ. ഇതാണ് ജാപ്പനീസ് ചീസ് കേക്ക്.
ഇത് കഴിച്ച് നോക്കണം എന്നൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പോൾ മേടിച്ചില്ലായിരുന്നു. ആ ഒരു ദിവസം തന്നെ അവസാനിച്ചു എന്ന് കരുതുമ്പോഴാണ് ഈ ഒരു കേക്കും ഈ ഒരു സർപ്രൈസും. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഈ ഒരു കേക്ക് കിട്ടിയതിനെക്കാട്ടിലും ഞാൻ ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞതല്ല, എന്തോ കാഷ്വൽ ടോക്കിനിടയിലാണോ അതോ ക്രൗൺ ബേക്കറിൽ പോയപ്പം ഇത് കണ്ടപ്പോൾ കാഷ്വലായിട്ട് പറഞ്ഞതാണ്, ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറേ പേരുടെ റീൽസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട്, എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാഷ്വലായിട്ട് പറഞ്ഞതാണ്, പക്ഷേ അതിങ്ങനെ മനസ്സിൽ വെച്ച് ഇന്ന് തന്നെ അത് ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് വേറെ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് അത് പോയി മേടിച്ചത്. എനിക്കൊരു ഐഡിയയും തന്നിട്ടില്ലായിരുന്നു ഇത് മേടിക്കാൻ പോയതാണെന്ന്. പക്ഷേ രണ്ടു പേർക്കും എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. വെരി വെരി ഹാപ്പി. ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഒരു എക്സ്പെൻസീവ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഞാൻ എനിക്ക് തന്നെ വാങ്ങാൻ എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. പിശുക്കെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ കുറച്ച് മടിയാണ് അതിൽ. ഇത്തവണ മടിയും പിശുക്കും എല്ലാം മാറ്റി വെച്ച് എനിക്കൊരു ചെറുതെന്ന് പറയാൻ പറ്റില്ല, വലിയ ഗിഫ്റ്റിനാണ്. എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ഗിഫ്റ്റാണ്. എല്ലാത്തിനും ദൈവത്തിന് നന്ദിയാണ്. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കഷ്ടപ്പാടും എല്ലാം ആണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. സോ ഈ ഒരു ഗിഫ്റ്റ് ഞാൻ ഡിസേർവ് ചെയ്യുന്നെന്ന് എനിക്ക് തന്നെ തോന്നിയോണ്ടാണ് ഞാനിത് മേടിക്കുന്നത്. സോ എനിക്ക് തന്നെ ഒരു നല്ലൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബർത്ത്ഡേ കൂടെ കടന്നു പോയിരിക്കുകയാണ്. വിഷ് ചെയ്ത എല്ലാവർക്കും എ ബിഗ് താങ്ക് യു. ഇറ്റ് വാസ് എ വെരി ഹാപ്പി ആൻഡ് എ വെരി സാറ്റിസ്ഫൈങ് ഡേ.